ഹലോ, ഹായ്. CBSE Class 10 കെമിസ്ട്രി ചാപ്റ്റർ 1 സയൻസിലെ ഫസ്റ്റ് ചാപ്റ്ററാണ്. ചാപ്റ്റർ 1 ആയ കെമിക്കൽ റിയാക്ഷൻസ് ആൻഡ് ഇക്വേഷൻസ് ആണ് നമ്മളിന്ന് പഠിക്കുന്നത്. ഏത് സബ്ജക്റ്റ് പഠിക്കുകയാണെങ്കിലും നമുക്ക് അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കണം ആദ്യം. അതറിയാതെ പോകുമ്പോഴാണ് നമുക്ക് ആ സബ്ജക്റ്റിനോട് പഠിക്കാനൊരു ഇഷ്ടക്കുറവ്, മനസ്സിലാകുന്നില്ല എന്നൊക്കെ തോന്നുന്നത്. അപ്പോൾ ആദ്യം അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ നമുക്ക് ആ സബ്ജക്റ്റിനോട് ഒരു പ്രത്യേക ഇഷ്ടമാകും, പഠിക്കാൻ താല്പര്യം വരും. അപ്പോൾ നമുക്ക് കെമിസ്ട്രി അങ്ങനെ ഒരു ഇഷ്ടത്തോടു കൂടി പഠിക്കാം, അല്ലേ? ഓക്കെ. All chemical changes are accompanied by chemical reactions and these are represented with the help of chemical equations. Example: respiration, evaporation, digestion of food, rusting of iron, etc. In our day-to-day life, there are a lot of chemical reactions take place. Example: digestion of food, respiration, evaporation, rusting of iron, കൺവേർഷൻ ഓഫ് മിൽക്ക് ടു കേർഡ്. ഇതെല്ലാം കെമിക്കൽ റിയാക്ഷൻസ് ആണ്. അപ്പോൾ ഈ കെമിക്കൽ റിയാക്ഷൻസ് എന്താണെന്നും അത് എങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നതും എന്നതെന്നും ഒക്കെയാണ് നമ്മളിന്ന് പഠിക്കുന്നത്. റിയാക്റ്റൻസ്: ദ സബ്സ്റ്റൻസ് ദാറ്റ് അണ്ടർഗോ കെമിക്കൽ ചേഞ്ച് ഇൻ എ കെമിക്കൽ റിയാക്ഷൻ. ഒരു കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കുന്ന സബ്സ്റ്റൻസിനെയാണ് നമ്മൾ റിയാക്റ്റൻസ് എന്ന് പറയുന്നത്. Products: the new substance that formed as a result of chemical reaction is called product. കെമിക്കൽ റിയാക്ഷന് ശേഷം ഉണ്ടാകുന്ന സബ്സ്റ്റൻസ് ആണ് പ്രോഡക്റ്റ്. H2+O2 gives water. ഹൈഡ്രജനും ഓക്സിജനും കൂടെ ചേർന്ന് വാട്ടർ ഉണ്ടാകുമ്പോൾ ഹൈഡ്രജനെയും ഓക്സിജനെയും നമ്മൾ റിയാക്റ്റൻസ് എന്നും വാട്ടറിനെ നമ്മൾ പ്രോഡക്റ്റ് എന്നും പറയുന്നു. ഹിയർ എക്സാമ്പിൾസ്: Na, sodium plus water gives sodium hydroxide plus hydrogen. ഇതിൽ സോഡിയവും വാട്ടറും നമ്മളെ റിയാക്റ്റൻസ് ആണ്. NaOH ആൻഡ് ഹൈഡ്രജൻ പ്രോഡക്ട്സ് ആണ്. ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് കെമിക്കൽ റിയാക്ഷൻ. എ കെമിക്കൽ റിയാക്ഷൻ ക്യാൻ ബി ഐഡൻറ്റിഫൈഡ് ബൈ ഐദർ ഓഫ് ദ ഫോളോയിങ് ഒബ്സർവേഷൻസ്. 1. ചേഞ്ച് ഇൻ സ്റ്റേറ്റ്. 2. ചേഞ്ച് ഇൻ കളർ. 3. ഇവാപറേഷൻ ഓഫ് എ ഗ്യാസ്. 4. ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. 5. ഫോർമേഷൻ ഓഫ് എ പ്രസിപ്പിറ്റേറ്റ്. ഇപ്പോൾ ഒരു കെമിക്കൽ റിയാക്ഷൻ നടന്നു എന്ന് നമ്മൾ എപ്പോഴാണ് പറയുന്നത്? ഐദർ ഓഫ് ദ ഫോളോയിങ് ഒബ്സർവേഷൻ. ഇതിലേതെങ്കിലും ഒരു കാര്യങ്ങൾ സംഭവിച്ചു കഴിയുമ്പോൾ നമ്മൾ പറയും കെമിക്കൽ റിയാക്ഷൻസ് നടന്നു എന്ന്. 1. ചേഞ്ച് ഓഫ് സ്റ്റേറ്റ്. അതിൻ്റെ സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യുന്നത്. എക്സാമ്പിൾ: ഡൈജഷൻ നമ്മൾ സോളിഡായിട്ടുള്ള ഫുഡ് കഴിച്ച് കുറച്ച് കഴിയുമ്പോൾ അത് ലിക്വിഡായിട്ട് മാറുന്നു. അവിടെ ഒരു കെമിക്കൽ ചേഞ്ച് നടക്കുന്നു. അതുപോലെ മെഴുകുതിരി കത്തുന്നു. ഇതെല്ലാം കെമിക്കൽ ചേഞ്ചാണ്. അവിടെ നടക്കുന്നത് ചേഞ്ച് ഇൻ സ്റ്റേറ്റ് ആണ്. 2. ചേഞ്ച് ഇൻ കളർ. ചിലപ്പോൾ സബ്സ്റ്റൻസിൻ്റെ കളർ ചേഞ്ച് ചെയ്യും. ഇപ്പോൾ എക്സാമ്പിൾ: റസ്റ്റിംഗ് ഓഫ് അയൺ. അവിടെയും കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നു. അത് കഴിയുമ്പോൾ അതിൻ്റെ കളറിന് വ്യത്യാസം വരുന്നു. 3. ഇവാപറേഷൻ ഓഫ് എ ഗ്യാസ്. ചില റിയാക്ഷൻസ് നടന്നു കഴിയുമ്പോൾ ഒരു ഗ്യാസ് വെളിയിലേക്ക് വരുന്നുണ്ട്. എക്സാമ്പിൾ: ആസിഡും മെറ്റലും കൂടെ റിയാക്ട് ചെയ്യുമ്പോഴത്തേക്ക് അവിടെ ഒരു ഗ്യാസ് ഉണ്ടാകുന്നുണ്ട്, ഹൈഡ്രജൻ ഗ്യാസ് ഉണ്ടാകുന്നുണ്ട്. അപ്പോഴും അവിടെ കെമിക്കൽ റിയാക്ഷൻ നടന്നു എന്ന് പറയുന്നു. അടുത്ത ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. ചില റിയാക്ഷൻസിൽ ടെമ്പറേച്ചർ അബ്സോർബ് ചെയ്യും. ചില റിയാക്ഷനിൽ ടെമ്പറേച്ചർ വെളിയിലേക്ക് റിയാക്ഷൻ കഴിയുമ്പോൾ ടെമ്പറേച്ചർ ഉണ്ടാകുന്നുണ്ട്, അല്ലേ? അപ്പോൾ ടെമ്പറേച്ചറെ അബ്സോർബ് ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ എൻഡോതെർമിക് റിയാക്ഷൻ എന്ന് പറയും. ടെമ്പറേച്ചർ ഇവോൾവ് ചെയ്യുവാണ്, പുറത്തേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എക്സോതെർമിക് റിയാക്ഷൻസ് എന്ന് പറയും. എക്സാമ്പിൾ: ബേണിംഗ് ഓഫ് നാച്ചുറൽ ഗ്യാസ്. അത് ഒരു എക്സോതെർമിക് റിയാക്ഷന് എക്സാമ്പിളാണ്. അടുത്തത് ഫോർമേഷൻ ഓഫ് എ പ്രസിപ്പിറ്റേറ്റ്. ചില സബ്സ്റ്റൻസ് റിയാക്ഷൻസ് നടന്നു കഴിയുമ്പോൾ അവിടെ പ്രസിപ്പിറ്റേറ്റ് ഉണ്ടാകുന്നു. എക്സാമ്പിൾ: ബൈ ആഡിങ് സോഡിയം സൾഫേറ്റ് ടു ബേരിയം ക്ലോറൈഡ്. സോഡിയം സൾഫേറ്റ് ബേരിയം ക്ലോറൈഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ എ കേർഡി വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ഓഫ് ബേരിയം സൾഫേറ്റ് ആൻഡ് സൊല്യൂഷൻ ഓഫ് സോഡിയം ക്ലോറൈഡ് ആർ ഫോംഡ്. അവിടെ ഉണ്ടാകുന്ന വൈറ്റ് കേർഡി
പ്രസിപ്പിറ്റേറ്റ്, അതിനാണ് ഒരു തൈര് പോലത്തെ ഒരു പ്രസിപ്പിറ്റേറ്റ് ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ പ്രസിപ്പിറ്റേറ്റ് ഉണ്ടാകുമ്പോഴും നമ്മൾ പറയും ഒരു കെമിക്കൽ റിയാക്ഷൻ നടന്നു എന്നുള്ളത്. ഇതിൻ്റെ എക്സാമ്പിളൊക്കെ നിങ്ങൾ വരുന്ന സമയങ്ങളിൽ പഠിക്കും. ഇപ്പം ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അത് നമ്മൾ ഇനി പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ പറഞ്ഞിരുന്നല്ലോ എന്ന് ഓർക്കാം, അത്രയേ ഉള്ളൂ. ഇപ്പം നിങ്ങൾ ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് കെമിക്കൽ റിയാക്ഷൻസ്, ഈ 5 കാര്യങ്ങൾ എന്തെല്ലാം ആണെന്ന് മനസ്സിലാക്കിയാൽ മതി. നെക്സ്റ്റ്, കെമിക്കൽ ഇക്വേഷൻസ്. A chemical equation is the symbolic representation of a chemical reaction. Symbols and formulae of the reactants and product are used for the same. Chemical റിയാക്ഷനെ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ് കെമിക്കൽ ഇക്വേഷൻ കൊണ്ട്. ഒരു കെമിക്കൽ ഇക്വേഷൻ കൊണ്ടാണ് ഒരു കെമിക്കൽ റിയാക്ഷനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇവിടെ എന്തെല്ലാം ഉപയോഗിക്കുന്ന റിയാക്റ്റൻസിൻ്റെയും പ്രോഡക്ട്സിൻ്റെയും സിംബൽസ് ആൻഡ് ഫോർമുലേസ് ആണ് ഉപയോഗിച്ച് ഇക്വേഷൻ എഴുതുന്നു, കെമിക്കൽ ഇക്വേഷൻ എഴുതുന്നു. ദ റിയാക്ഷൻ ഓഫ് ബേണിംഗ് ഓഫ് മീഥെയിൻ ഗ്യാസ്. മീഥെയിൻ പ്ലസ് ഓക്സിജൻ ഗീവ്സ് കാർബൺ ഡൈ ഓക്സൈഡ് പ്ലസ് വാട്ടർ. അവിടെ കിടക്കുന്ന റിയാക്ഷൻ അങ്ങനെയാണ്. മീഥെയിൻ റിയാക്ട് വിത്ത് ഓക്സിജൻ ടു ഗീവ് കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് വാട്ടർ. ഇതിലെ മീഥെയിനും ഓക്സിജനുമാണ് റിയാക്ഷനിൽ പങ്കെടുക്കുന്നത്. അതിനെ നമ്മൾ എന്ത് പറയുന്നു? റിയാക്റ്റൻസ്. ഉണ്ടാകുന്ന എന്തൊക്കെയാ? പ്രോഡക്റ്റ് കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് പ്ലസ് വാട്ടർ. ഇത് രണ്ടും പ്രോഡക്ട്സ് ആണ് ഇവിടെ, കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് വാട്ടർ. ദിസ് ഇക്വേഷൻ ഈസ് കാൾഡ് വേഡ് റിയാക്ഷൻ. ഇങ്ങനെ നമ്മൾ മീഥെയിൻ പ്ലസ് ഓക്സിജൻ ഗീവ്സ് കാർബൺ ഡൈ ഓക്സൈഡ് പ്ലസ് വാട്ടർ ഇങ്ങനെ എഴുതുന്നതിനെ നമ്മൾ വേഡ് ഇക്വേഷൻ എന്നാണ് പറയുന്നത്. ഇറ്റ് ക്യാൻ ബി ചേഞ്ച്ഡ് ടു കെമിക്കൽ ഇക്വേഷൻ ബൈ യൂസിങ് സിംബൽസ് ആൻഡ് ഫോർമുല ഓഫ് റിയാക്റ്റൻസ് ആൻഡ് പ്രോഡക്ട്സ്. ഇങ്ങനെ എഴുതാൻ നമുക്ക് കൂടുതൽ സ്ഥലം വേണം, സ്പേസ് വേണം, കൂടുതൽ സമയം വേണം. അപ്പോൾ അതിനെ നമുക്ക് കുറച്ചുകൂടെ ഈസി ആയിട്ടും എളുപ്പമായിട്ടും എഴുതാനാണ് നമ്മൾ കെമിക്കൽ ഇക്വേഷൻ എഴുതുന്നത്. അതെങ്ങനെയാണ്? ബൈ യൂസിങ് സിംബൽസ് ആൻഡ് ഫോർമുല ഓഫ് റിയാക്റ്റൻസ് ആൻഡ് പ്രോഡക്ട്സ്. ഇപ്പം മീഥെയിൻ CH4, മീഥെയിൻ എന്ന് പറയുന്നത് CH4 ആണ്, അത് ഗ്യാഷ്യസ് സ്റ്റേജിലുള്ളതാണ്. പ്ലസ് ഓക്സിജൻ 3O2 ഗീവ്സ് എന്തൊക്കെ ഉണ്ടാകുന്ന കാർബൺ ഡൈ ഓക്സൈഡ് CO2 പ്ലസ് വാട്ടർ പ്ലസ് 2H2O. ഓൺ ദ ലെഫ്റ്റ് ഹാൻഡ് സൈഡ്, ആരോയുടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ, ഓൺ ദ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഓഫ് ദ ആരോ റിയാക്റ്റൻസ് ആർ റിട്ടൺ വിത്ത് എ പ്ലസ് സൈൻ ആൻഡ് റൈറ്റ് ഹാൻഡ് സൈഡ് പ്രോഡക്ട്സ് ആർ റിട്ടൺ വിത്ത് എ പ്ലസ് സൈൻ ബിറ്റ്വീൻ ദം. The arrowhead points towards the products and shows the direction of the reaction. ഇപ്പോൾ ഒരു കെമിക്കൽ റിയാക്ഷൻ എഴുതുന്ന എങ്ങനെ? ഒരു വേഡ് ഇക്വേഷനെ നമ്മൾ ഒരു കെമിക്കൽ ഇക്വേഷൻ ആക്കി എഴുതും. അപ്പോൾ അവിടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ, ആരോയുടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ റിയാക്റ്റൻസ് എഴുതും. ഇപ്പോൾ 2 റിയാക്റ്റൻസ് ഉണ്ടെങ്കിൽ ഒന്ന് എഴുതി കഴിഞ്ഞിട്ട് ഒരു പ്ലസ് ആഡ് ചെയ്യുന്ന പോലെ പ്ലസ് എഴുതി അടുത്ത റിയാക്റ്റൻ്റ് എഴുതുന്നു. ഗീവ്സ്, ആരോ എഴുതുന്നു, ഗീവ്സ് എന്നാണ് പറയുന്നത്. ഗീവ്സ് പ്രോഡക്ട്സും ഒന്നിൽ കൂടുതലുണ്ടെങ്കിൽ അത് പ്ലസ്, ഇടയ്ക്ക് പ്ലസ് സൈൻ ഇട്ടിട്ട് എഴുതുന്നു. അതുപോലെ ആരോ ഹെഡ് പോയിന്റ്സ്, ആരോ പോയിന്റ് ചെയ്യുന്നത് പ്രോഡക്ട്സിലേക്കാണ്. അതുപോലെ ആരോയ്ക്ക് വേറൊരു അർത്ഥം കൂടെ ഉണ്ട്, അത് ഡയറക്ഷൻ ഓഫ് റിയാക്ഷൻ. അതായത് CH4 മീഥെയിനും ഓക്സിജനും കൂടെ റിയാക്ട് ചെയ്തിട്ട് കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും ആകുന്നു, അങ്ങോട്ടുള്ള ഒരു റിയാക്ഷനാണ്. അപ്പോൾ ആരോ അതിനെയും കൂടെ മാർക്ക് ചെയ്യുന്നുണ്ട് അല്ലേ. ആരോ കഴിഞ്ഞുള്ളത് പ്രോഡക്ട്സ് ആണ്. അതുപോലെ ആരോ ഗീവ്സ് ദ ഡയറക്ഷൻ ഓഫ് ദ റിയാക്ഷൻ. ഇതാണ് കെമിക്കൽ ഇക്വേഷൻ. അപ്പോൾ നമ്മൾ റിയാക്റ്റൻസ് എന്താണെന്ന് പഠിച്ചു. കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കുന്ന സബ്സ്റ്റൻസ് ആണ് റിയാക്റ്റൻസ്. ഉണ്ടാകുന്നത് പ്രോഡക്ട്സ്. പിന്നെ ഒരു വേഡ് ഇക്വേഷൻ എന്താണെന്ന് പറഞ്ഞു. അതിൽ നിന്ന് നമ്മൾ കെമിക്കൽ ഇക്വേഷൻ എഴുതുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായി. കെമിക്കൽ ഇക്വേഷൻസിൽ LHSൽ റിയാക്റ്റൻസും RHSൽ പ്രോഡക്ട്സുമാണ്. ആരോ പോയിന്റ് ചെയ്യുന്നത് പ്രോഡക്ട്സിലേക്കാണ്. ആരോ ഡയറക്ഷൻ ഓഫ് ദ റിയാക്ഷനും കൂടെ കാണിക്കുന്നുണ്ട്. Mg plus O2 gives MgO. അതൊരു കെമിക്കൽ ഇക്വേഷനാണ്. ഇൻ ദ എബവ് ഇക്വേഷൻ നമ്പർ ഓഫ് ഓക്സിജൻ ആറ്റംസ് ആർ നോട്ട് സെയിം ഓൺ ബോത്ത് സൈഡ്സ് ഓഫ് ഇക്വേഷൻ.
Such an unbalanced equation is called a skeletal chemical equation. Mg plus O2 gives Mg എന്ന് പറയുന്ന ഇക്വേഷനകത്ത് മെഗ്നീഷ്യം എന്ന എലമെൻറ്റിൻ്റെ നമ്പർ ഓഫ് ആറ്റംസ് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും റൈറ്റ് ഹാൻഡ് സൈഡിലും ആരോയുടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും റൈറ്റ് ഹാൻഡ് സൈഡിലും ഈക്വൽ ആണ്. പക്ഷേ ഓക്സിജൻ്റെ നമ്പർ ഓഫ് ആറ്റംസ് LHSലും RHSലും ഈക്വൽ അല്ല. ഇങ്ങനെയുള്ള ഇക്വേഷനെയാണ് നമ്മൾ അൺബാലൻസ്ഡ് ഇക്വേഷൻ, ഇനിയാണ് സ്കെലിറ്റൽ കെമിക്കൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻസ്. എ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ ഈസ് ദാറ്റ് in which the total number of atoms of each element are equal on both sides of the equation. The balancing of a chemical equation is based on law of conservation of mass. Mass can neither be created nor be destroyed during a chemical reaction. In a chemical reaction, the number of atoms of each element remains the same before and after chemical reaction. ഒരു കെമിക്കൽ റിയാക്ഷൻ ബാലൻസ് ചെയ്ത് കഴിഞ്ഞാൽ അതിലെ ഓരോ എലമെൻറ്റിൻ്റെയും നമ്പർ ഓഫ് ആറ്റംസ് LHSലും RHSലും ഈക്വൽ ആയിരിക്കണം ബാലൻസ് ചെയ്ത ഇക്വേഷനകത്ത്. ഈ ബാലൻസിങ് ഓഫ് എ കെമിക്കൽ ഇക്വേഷൻ ഈസ് ബേസ്ഡ് ഓൺ ലാ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. എന്താ ലാ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് പറയുന്നത്? മാസ് ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ് ഡ്യൂറിങ് എ കെമിക്കൽ റിയാക്ഷൻ. ഒരു കെമിക്കൽ റിയാക്ഷനകത്ത് മാസ് വയ്ക്കാൻ നെയ്തർ പുതിയതായിട്ട് മാസ് ഉണ്ടാക്കാനും പറ്റില്ല, ഉള്ള മാസ് നഷ്ടപ്പെടുന്നുമില്ല, ഡിസ്ട്രോയിഡ് നശിപ്പിക്കാനും പറ്റത്തില്ല. ഇങ്ങനെ മാസ് ഈക്വലായിട്ട് മാസ് LHSലും RHSലും ഈക്വൽ ആണെങ്കിൽ നമ്പർ ഓഫ് ആറ്റംസും ഈക്വൽ ആയിരിക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കെമിക്കൽ ഇക്വേഷനെ ബാലൻസ് ചെയ്ത് എഴുതുന്നത്. ഈ ബാലൻസ് ചെയ്യുന്നതിൻ്റെ ഗുണം കഴിഞ്ഞാൽ എന്താ വരുന്നത്? ബാലൻസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്പർ ഓഫ് ആറ്റംസ് ഓഫ് ദ ഈച്ച് എലമെന്റ് റിമൈൻസ് ദ സെയിം ബിഫോർ ആൻഡ് ആഫ്റ്റർ കെമിക്കൽ റിയാക്ഷൻ. The method used for balancing chemical equation is hit and trial method. ഹിറ്റ് ആൻഡ് ട്രയൽ മെത്തേഡ് വെച്ചാണ് നമ്മൾ ഇക്വേഷനെ ബാലൻസ് ചെയ്യുന്നത്. ആഫ്റ്റർ ബാലൻസിങ് നമ്പർ ഓഫ് ആറ്റംസ് ഓഫ് ഈച്ച് എലമെന്റ് റിമൈൻസ് സെയിം ബിഫോർ ആൻഡ് ആഫ്റ്റർ റിയാക്ഷൻ. ബാലൻസ് ചെയ്ത് കഴിഞ്ഞാൽ LHSലെ RHSലെ ഓരോ എലമെൻറ്റിൻ്റെയും നമ്പർ ഓഫ് ആറ്റംസ് ഈക്വൽ ആയിരിക്കും. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇക്വേഷൻസിനെ എങ്ങനെ ബാലൻസ് ചെയ്യാമെന്ന് പഠിക്കാം. അപ്പം ശരി, ഓക്കെ, താങ്ക് യു.